ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഇന്ത്യ അമേരിക്ക ട്രേഡ് അല്ലെങ്കിൽ വ്യാപാരത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒത്തിരി വീഡിയോകൾ പറഞ്ഞാണ് ട്രേഡ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ട്രേഡ് റിലേഷൻസിൽ ഇന്ത്യക്കാണ് ട്രേഡ് സർപ്ലസ് ഏകദേശം $40 ബില്യൺ മുകളിൽ ഇന്ത്യക്ക് ട്രേഡ് സർപ്ലസ് ഉണ്ട്. അപ്പോൾ ഈ ഏപ്രിൽ 2-ന് ട്രംപ് റെസിപ്രോക്കൽ ടാരിഫ് പ്രഖ്യാപിച്ചായിരുന്നു. ഇന്ത്യ ഉൾപ്പെടെ ഒട്ടനവധി രാജ്യങ്ങളുടെ മുകളിൽ പലതരത്തിലുള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ ടാരിഫ് റേറ്റുകൾ അമേരിക്ക ചുമത്തിയിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ മുകളിലും ഏകദേശം 25-26% ടാരിഫ് റേറ്റ് ചുമത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് അതിന് മുമ്പുള്ളൊരു റിപ്പോർട്ട് മാർച്ച് 25-നുള്ളതാണ്. അതായത് ഇന്ത്യ ഏകദേശം $23 ബില്യൺ തുല്യമായിട്ടുള്ള US ഇമ്പോർട്ടിൻ്റെ മുകളിലുള്ള ടാരിഫ് കട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. ഏകദേശം $66 ബില്യൺ എക്സ്പോർട്ട് നമ്മുടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. $23 ബില്യൺ US ഇമ്പോർട്ടിന് എന്ന് വെച്ചാൽ നമ്മൾ അമേരിക്കയിൽ നിന്ന് വാങ്ങിക്കുന്ന ഏകദേശം $23 ബില്യൺ തുല്യം വരുന്ന അമേരിക്കൻ ഇമ്പോർട്ട്സിൻ്റെ മുകളിലുള്ള ടാരിഫ്, വ്യത്യസ്തമായിട്ടുള്ള റേറ്റിലുള്ള ടാരിഫ് നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് അതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത് നമ്മളുടെ $66 ബില്യൺ എക്സ്പോർട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പം അതിനകത്തിൽ ഈ പറഞ്ഞ അമേരിക്കയിൽ നിന്ന് നമുക്ക് റെസിപ്രോക്കൽ ടാരിഫ് ഉണ്ടാകുമ്പോൾ ട്രംപിൻ്റെ പണി കിട്ടാതിരിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് നമ്മൾ ചില അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ശരിക്കും പറഞ്ഞത്. അത് ഏകദേശം അമേരിക്കയിൽ നിന്നുള്ള ഇമ്പോർട്ടിൻ്റെ പകുതിയിൽ കൂടുതൽ വരുന്ന സാധനങ്ങളുടെ മേൽ, അത് ഏകദേശം $23 ബില്യൺ വർത്തുണ്ടാകുന്നില്ല. അപ്പോൾ അത് ഇന്ത്യ അമേരിക്ക തമ്മിലൊരു ട്രേഡ് ഡീലിൻ്റെ ഒരു ഫസ്റ്റ് ഫേസായിട്ട് കണക്കാക്കാം. അത് ഫൈനലൈസ് ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിനെക്കുറിച്ച് ഇന്ത്യൻ ഗവൺമെൻറ് വളരെ കാര്യമായിട്ടത് പരിഗണിക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം നമ്മളുടെ ഈ പറഞ്ഞ രാജ്യത്തിൻ്റെ എക്സ്പോർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ട്രംപിൻ്റെ നിലപാട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്കയോട് അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് നടത്തുന്ന എല്ലാ രാജ്യങ്ങളുടെയും മേൽ ശക്തമായിട്ടുള്ള നിലപാട് ട്രംപ് ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അത് ഇന്ത്യ ആയാലും ശരി, ചൈന ആയാലും ശരി. ചൈനയ്ക്കെതിരെയൊക്കെ വമ്പൻ നികുതിയാണ്, ടാരിഫാണ് ചുമത്തിയിരിക്കുന്നത്. അപ്പം ഇന്നത്തെയായിട്ട് വാർത്തകളിൽ ചൈനയും തിരിച്ചതുപോലെ തന്നെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചു എന്നുള്ളൊരു വാർത്ത നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യക്ക് അങ്ങനെ ചൈനയുടെ കൂട്ട് ഒരു ശക്തമായിട്ടുള്ള നിലപാടൊന്നും അമേരിക്കക്കെതിരെ എടുക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല. അപ്പോൾ ഈ പറഞ്ഞ ടാരിഫ് കട്ട് പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ ഏകദേശം നമ്മളുടെ 87% വരുന്ന ഇന്ത്യൻ എക്സ്പോർട്ടിൻ്റെ, അതായത് 66 ബില്യൺ, അത് വാല്യൂവിൽ നമ്മുടെ ടോട്ടൽ അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ടിൻ്റെ 87% വരും. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം അങ്ങനെ നമ്മൾ അമേരിക്കയ്ക്ക് ഇളവ് കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രംപ് ഇനിയും വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കുകയും, കാരണം നമ്മളുടെ വൈറ്റലായിട്ടുള്ള സെക്ടേഴ്സിൻ്റെ ഫാർമസ്യൂട്ടിക്കൽസ്, ഇപ്പോഴത്തെ ഡിക്ലറേഷനിലെ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിനെ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ടെക്സ്റ്റൈൽസ്, ഇലക്ട്രോണിക്സ്, സ്റ്റീല്, അലൂമിനിയം, ഓട്ടോമൊബൈൽസ്, അങ്ങനെ സോളാർ പാനൽസ്, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി മേഖലകൾ തീർച്ചയായിട്ടും നമ്മളുടെ അമേരിക്കയിലേക്കുള്ള വൈറ്റലായിട്ടുള്ള പ്രധാനപ്പെട്ട എക്സ്പോർട്ട് മേഖലകളാണ്. അപ്പോൾ അതിനെയൊക്കെ കാര്യമായി ഈ ടാരിഫ് ബാധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അമേരിക്കയിലേക്കുള്ള ട്രേഡ് വളരെയധികം ബാധിക്കും. അത് നമുക്ക് വലിയൊരു സാമ്പത്തിക പ്രത്യാഘാതം ഉണ്ടാക്കി വെക്കുന്നുള്ള കാര്യം ഈ ഇന്ത്യൻ അധികാരികൾക്ക് നല്ല കൃത്യമായിട്ടറിയാം. അപ്പോൾ ഏകദേശം 55% വരുന്ന US ഗുഡ്സിൻ്റെ, ഇന്ത്യയിലേക്കുള്ള അവരുടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന അമേരിക്കൻ സാധനങ്ങളുടെ 55% മേളിൽ വരുന്ന ടാരിഫ് കുറയ്ക്കുവാനുള്ള ആദ്യത്തെ നടപടിയാണ് കേട്ടോ, പ്ലാനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഏകദേശം 5 മുതൽ 30% വരെ ആ ഒരു ടാരിഫ് റേഞ്ച് ഉണ്ട്. പല സാധനങ്ങൾക്കും പല ടാരിഫ് റേഞ്ചാണ്, 5 മുതൽ 30% വരെ ഉണ്ട്. അപ്പോൾ ഈ സ്വീപ്പിംഗ് ചേഞ്ചസ് വരുത്തിക്കഴിഞ്ഞാൽ ഏകദേശം അത് $23 ബില്യൺ വർത്തുണ്ടാകും എന്ന ഒരു കണക്കൂട്ടിൽ നിന്നാണ് ശരിക്കും പറഞ്ഞത്. അപ്പം ഇന്ത്യ
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. വളരെ സ്- വ്യാപകമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ ഗണ്യമായിട്ടുള്ള ഈ കുറവാണ് നമ്മൾ ടാരിഫിൽ വരുത്താൻ പോകുന്നത് ഇങ്ങനെയാണെങ്കിൽ. ഈ റിപ്പോർട്ടിനെ നമുക്ക് ബേസ് ചെയ്ത് ഇനിയുള്ള ഒരു നിലപാട് ഇങ്ങനെ ആയിരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഗണ്യമായിട്ടുള്ള ടാരിഫ് പിന്നെ കുറവാണ് ഇന്ത്യ വരുത്താൻ പോകുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അമേരിക്കയെ പ്ലീസ് ചെയ്യുകയും ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് അനുകൂലമായിട്ടുള്ള ചില നിലപാടുകൾ അല്ലെങ്കിൽ ഇപ്പം ഏർപ്പെടുത്തിയിരിക്കുന്ന ടാരിഫിൽ റീകൺസിഡർ ചെയ്ത് കുറയ്ക്കാനൊക്കെയുള്ള പദ്ധതികൾ. കാരണം ഇന്ത്യ അമേരിക്കൻ തമ്മിൽ മോഡിയുടെ വിസിറ്റിൽ പറഞ്ഞിരുന്നു ട്രേഡ് ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുകയും അതുപോലെ തന്നെ ഒരു വ്യാപാര കരാർ ഇന്ത്യ അമേരിക്കൻ തമ്മിൽ ഏർപ്പെടാൻ പോവുകയാണെന്നൊക്കെ. കാരണം 2030 $500 ബില്യൺ ട്രേഡ് ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെയുള്ളൊരു മിഷനൊക്കെ ഡിക്ലെയർ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ട്രേഡ് എഗ്രിമെൻറ്റിൻ്റെ സംഭാഷണം നടക്കുന്നുണ്ട് ബിഹൈൻഡ് ദ കർട്ടനിൽ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒത്തിരി അമേരിക്കൻ ഇമ്പോർട്ടിൻ്റെ മുകളിൽ ഇപ്പോൾ ചെലുത്തിയിരിക്കുന്ന ടാരിഫുകളൊക്കെ കുറച്ച് ഇളവുകൾ ഒത്തിരി ചെയ്തു കൊടുത്തേ മതിയാവും. അല്ലെങ്കിൽ ഇന്ത്യക്ക് പണി പാളും. കാരണം ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ സെക്ടറിന് പണി കിട്ടും, പ്രധാനപ്പെട്ട ടെക്സ്റ്റൈൽ സെക്ടർ, ഫാർമസ്യൂട്ടിക്കൽസ്, പിന്നെ അഗ്രികൾച്ചറിൽ, പിന്നെ അതാണ് ഓട്ടോമൊബൈല്, പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ്, മൊബൈൽ, അതിൻ്റെയൊക്കെ ഫിനിഷ് പ്രോഡക്ട്സ്, കമ്പോണൻസ്, സോളാർ പാനൽസ്, ഇങ്ങനെയുള്ള ഒത്തിരി ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒത്തിരി മേഖലകളെ അത് കാര്യമായി പ്രതികൂലമായി ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും പറയുന്നത്. WTOയുടെ കണക്കനുസരിച്ചിട്ട് അമേരിക്കയുടെ ആവറേജ് ടാരിഫ് എന്ന് പറഞ്ഞാൽ 2.2% ഉള്ളൂ. ഇന്ത്യയൊക്കെ എന്ന് പറഞ്ഞാൽ 12% ആവറേജ് ടാരിഫാണ് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പം ഈ ഒരു ടാരിഫ് റേഞ്ച് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. തീർച്ചയായിട്ടും അമേരിക്കയുടെ പക്ഷത്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അമേരിക്ക എല്ലാ രാജ്യങ്ങളിൽ നിന്നും അൺഫെയർ ട്രേഡ് പ്രാക്ടീസാണ് ഫേസ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യ അമേരിക്ക തമ്മിലുള്ള ട്രേഡിൽ ഏകദേശം $45.6 ബില്യൺ സർപ്ലസ് ഇന്ത്യക്കും ഉണ്ട്. അപ്പോൾ ആ സർപ്ലസിനെ ഒന്നുകിൽ കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഭാവിയിൽ അത് അമേരിക്കയ്ക്ക് അനുകൂലമാക്കി എടുക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞില്ല. അപ്പോൾ അതിനാണ് പല രാജ്യങ്ങളുടെയും മുകളിൽ വളരെ കടുത്ത കർശനമായിട്ടുള്ള ഈ പറഞ്ഞ ടാരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി വിയറ്റ്നാമും അർജന്റീനയും ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ, പിന്നെ ഇത് കംബോഡിയ, ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ അമേരിക്കയുടെ വളരെ ടാരിഫ് കുറയ്ക്കാം, സീറോ റേറ്റ് ആക്കാം എന്നൊക്കെയുള്ള പിന്നെ ഒരു എന്താണ് പറയുന്നത് കരാറിലേക്ക് വരുവാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പല രാജ്യങ്ങളും അങ്ങനെ മുമ്പോട്ട് വരും, അമേരിക്കയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കും. ട്രംപിൻ്റെ ഈ പറഞ്ഞ കർക്കശമായിട്ടുള്ള നിലപാടുകൾ അല്ലെങ്കിൽ ഈ ടാരിഫ് റേറ്റുകൾ ഒരു രാജ്യത്തിനും കാര്യമായിട്ട് താങ്ങുവാൻ സാധിക്കത്തില്ല. അത് അവരുടെ എല്ലാം എക്കോണമിയും സമ്പദ് വ്യവസ്ഥയും അല്ലെങ്കിൽ എക്സ്പോർട്ടിനെയൊക്കെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒത്തിരി രാജ്യങ്ങൾ അമേരിക്കയുടെ മുമ്പിൽ വഴങ്ങാനുള്ള സാധ്യതയുണ്ട്. അവർ ടാരിഫ് വെട്ടിക്കുറയ്ക്കുവാനോ അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും സീറോ ടാരിഫ് ഏർപ്പെടുത്താനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇന്ത്യയും ഇങ്ങനൊരു കാര്യം പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു പറയുന്നത്. അപ്പം ഈ പറഞ്ഞ ഫെബ്രുവരിയിൽ നമ്മുടെ പ്രധാനമന്ത്രി അവിടെ പോയപ്പോൾ ഒരു ട്രേഡ് ഡീല് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെക്കുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ ടാരിഫിനെ കുറിച്ചുള്ള രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു പിന്നെ ഡിസഗ്രിമെൻ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു പിന്നെ സ്റ്റാൻഡ് ഓഫ് എന്നൊക്കെ പറയും. അപ്പോൾ അതിന് കാരണം അമേരിക്കയ്ക്ക് ഇപ്പം ബൈഡൻ്റെ സമയത്ത് ഇങ്ങനെയുള്ള പിന്നെ കടുംപിടുത്തങ്ങളൊന്നും ഇല്ലായിരുന്നു. ഏറ്റവും കൂടുതൽ പിന്നെ ട്രേഡ് ഇംബാലൻസ് അല്ലെങ്കിൽ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടായത് ഏകദേശം അമേരിക്ക ഇപ്പോൾ $1.6 ട്രില്യൺ ട്രേഡ് ഡെഫിസിറ്റിലാണ് മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള എല്ലാ കച്ചവടത്തിൽ നിന്ന് പറഞ്ഞാൽ. അപ്പോൾ അതാണ് ട്രംപ് അത് എമർജൻസി സിറ്റുവേഷനായിട്ടും ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നതൊക്കെ അതാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ രാജ്യത്തെ സംബന്ധിച്ച് വലിയൊരു ഭീഷണി നേരിടുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അമേരിക്കയുടെ ഒരു ഭരണ നായകൻ എന്ന നിലയിൽ ട്രംപ് ഇപ്പോൾ ഈ ഒരു കടുത്ത തീരുമാനത്തിന് അല്ലെങ്കിൽ കടുത്ത തീരുമാനം എടുക്കാൻ നിർബന്ധിതനാണ് ശരിക്കും പറഞ്ഞാൽ. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പല റിപ്പോർട്ടുകളും അമേരിക്കയ്ക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള സൂചനകളാണ് നൽകുന്നത്. കാരണം അവിടുത്തെ പിന്നെ എക്കോണമിയിൽ പ്രൈവറ്റ് സെക്ടറിലൊക്കെ ജോബ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ തുടങ്ങി. പല ആൾക്കാരും അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചു തുടങ്ങി. അപ്പം ട്രംപിൻ്റെ പോളിസി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ യുടെ തുടക്കം കുറിക്കുന്നുണ്ട് എന്നുള്ളത് പല റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രേഡ് ഡീല് പിന്നെ ഈ റെസിപ്രോക്കൽ ടാരിഫ് ഏർപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ഒരു ട്രേഡ് ഡീല് അമേരിക്കയായിട്ട് ഒപ്പിടുക അല്ലെങ്കിൽ ഏർപ്പെടുക എന്നുള്ളത് ഇന്ത്യയുടെ
ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ അത് നടന്നില്ല, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അത് അത്ര പെട്ടെന്ന് ഏഹ്, ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് ഡീൽ അത്ര പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. കാരണം അതിനകത്തേക്ക് ഒത്തിരി ചർച്ചകളും അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒത്തിരി പിന്നെ എന്താണ് പറയുന്നത്, തീരുമാനങ്ങളൊക്കെ എടുക്കുകയും ഇൻവെസ്റ്റിഗേഷൻ, എക്സാമിനേഷൻസ്, പഠനങ്ങളൊക്കെ നടത്തി ഏഹ്, പല രീതിയിലുള്ള നീക്കുപോക്കുകളുടെ അനന്തരഫലമായിട്ട് മാത്രമേ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു ട്രേഡ് ഡീല് അല്ലെങ്കിൽ വ്യാപാര കരാർ എന്നൊക്കെ പറഞ്ഞാൽ ഏർപ്പെടാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ അതിനൊരു പിന്നെ ഒരു ബ്ലൂ പ്രിന്റ് വേണമെങ്കിൽ ഉണ്ടാക്കാം രണ്ട് രാജ്യങ്ങളും തമ്മിൽ. അപ്പം ആ ബ്ലൂ പ്രിന്റിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും താൽക്കാലികമായിട്ടുള്ള ഒരു ട്രേഡ് വാറിൽ ഏർപ്പെടുന്നതിൽ ഒഴിവാക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇന്ത്യ ഒരിക്കലും അമേരിക്കയുടെ ഒരു ട്രേഡ് വാറിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യക്ക് അത് സാധ്യമല്ല. കാരണം ഇന്ത്യക്ക് അത് വലിയ നഷ്ടങ്ങൾ മാത്രം. ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണറാണ് അമേരിക്ക. അപ്പം അത് ട്രേഡിംഗ് പാർട്ട്ണർ മാത്രമല്ല, കാരണം നമുക്കറിയാം ഡിഫൻസ്, സെക്യൂരിറ്റി റിലേഷൻസിലും ഒക്കെ തന്നെ ഇന്ത്യ അമേരിക്ക റിലേഷൻസ് ഇന്ന് വളരെ ശക്തമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ ഇപ്പം ചൈനയ്ക്ക് തീർച്ചയായിട്ടും അമേരിക്ക മൈൻഡ് ചെയ്തിരിക്കാം. കാരണം ചൈനയുടെ ട്രേഡ് റിലേഷൻ മാത്രമേ ഉള്ളൂ അമേരിക്കയായിട്ട്. ഇപ്പം അമേരിക്കയായിട്ടുള്ള അമേരിക്കൻ മാർക്കറ്റ് ചൈനയ്ക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ തന്നെയും ചൈനയ്ക്ക് അത് ഈസി ആയിട്ട് മറ്റ് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ അവരുടെ സാധന സാമഗ്രികൾ വിറ്റഴിക്കുവാനുള്ള പിന്നെ ഇക്കണോമിക് പവറോ അല്ലെങ്കിൽ ഇക്കണോമിക് ബാർഗൈനിങ് പവറോ ഒക്കെ തന്നെ ചൈനയ്ക്കുണ്ട്. കാരണം മറ്റു രാജ്യങ്ങൾ ഇപ്പോൾ ചൈനയുടെ ആ ഒരു ഡംപിങ്ങിൻ്റെ ഭീഷണിയിൽ നേരിടുന്ന ഒരു സമയം കൂടാണല്ലോ ശരിക്കും പറഞ്ഞാൽ, ഇന്ത്യ ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളുടെ ഈ പറഞ്ഞ എക്സ്പോർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനൊരു, അല്ലെങ്കിൽ നമുക്ക് ഇത്ര എക്സ്പോർട്ട് നമുക്ക് നഷ്ടപ്പെടും. ഇതിപ്പോൾ ഒരു അസസ്മെന്റ് മാത്രമാണ്. ഈ 66 അല്ലെങ്കിൽ $60 ബില്യൺ എക്സ്പോർട്ട് നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് റെസിപ്രോക്കൽ ടാരിഫ് വന്നു കഴിഞ്ഞാൽ. റെസിപ്രോക്കൽ ടാരിഫ് വന്നു കഴിഞ്ഞു, ഇത് അതിനു മുമ്പുള്ള ഒരു റിപ്പോർട്ടാണിത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് ഒത്തിരി ഇളവുകൾ അമേരിക്കയ്ക്ക് ചെയ്തു കൊടുത്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സാമ്പത്ത് മേഖലയിൽ നേരിടേണ്ടി വരും. അതുതന്നെയല്ല, കാരണം അവർക്ക് പവർഫുള്ളായിട്ടുള്ള രാജ്യമായതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമുക്ക് പണി തരാൻ സാധിക്കുമല്ലോ, തീർച്ചയായിട്ടും നല്ല. ഇത് തന്നെയല്ലോ, ടാരിഫ് മാത്രമല്ലല്ലോ, തീർച്ചയായിട്ടും നല്ല. ഇപ്പോൾ അതുപോലെ ഇപ്പം റഷ്യയും ഇറാനുമായിട്ടുള്ള റഷ്യ ഇപ്പം നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇറാനുമായിട്ടുള്ള നമ്മളുടെ പിന്നെ റിലേഷൻസിൽ, ട്രേഡിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചബഹാർ പോർട്ട് അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ തീർച്ചയായിട്ടും അമേരിക്ക സാങ്ഷൻ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യക്ക് അമേരിക്കയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചേ പറ്റത്തുള്ളൂ. ചൈന പ്രസന്റ് ചെയ്യുന്ന പോലൊരു പവർഫുള്ളായിട്ടുള്ള ഒപ്പോസിഷൻ അല്ലെങ്കിൽ കടുത്ത നിലപാടുകൾ. ഇപ്പോൾ ചൈന ഇപ്പോൾ ഓൾറെഡി അമേരിക്കയ്ക്കെതിരെ ടാരിഫ് ഏർപ്പെടുത്തിയല്ലോ, 34-33% ടാരിഫ് ഏർപ്പെടുത്തിയല്ലോ. അപ്പോൾ അതുപോലെ തിരിച്ച് ഇന്ത്യക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യ ഇപ്പോൾ ടാരിഫ് കുറയ്ക്കാൻ വേണ്ടി ഏഹ്, നേരത്തെ നിലവിൽ നിന്ന ടാരിഫ് കുറയ്ക്കാൻ വേണ്ടി ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു കോൺട്രാഡിക്ഷൻ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും, ഇന്ത്യയും ചൈനയുമായിട്ടുള്ളൊരു അമേരിക്കയുടെ റിലേഷൻസ് ഒന്ന് നോക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു നയത്തിലേക്ക് ഇന്ത്യ പോകുന്നുണ്ട്. അപ്പോൾ ആ പോകുന്നതിൻ്റെ കാരണം നമുക്ക് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ശക്തമായിട്ടുള്ള തിരിച്ചടികൾ നമുക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പം പേൾസ്, മിനറൽ ഫ്യൂവൽസ്, മെഷീനറി, ബോയിലേഴ്സ്, ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്, അപ്പോൾ ഇതൊക്കെ നമ്മളുടെ അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ടിൻ്റെ പകുതിയോളം വരും ഈ പറഞ്ഞ സാധനങ്ങൾ എന്നല്ല. അപ്പം റെസിപ്രോക്കൽ ടാക്സ് വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് 6% മുതൽ 10% വരെ ടാരിഫ് ഈ പറഞ്ഞ സാധനങ്ങളുടെയൊക്കെ മുകളിൽ. ഇപ്പോൾ ഓൾറെഡി അമേരിക്ക ബേസ് ലൈൻ ടാരിഫ് 10%ആണ് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇത് ഈ ആ ടാരിഫ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ളതാണ്. അപ്പോൾ ഈ നമ്മുടെ ഗവൺമെൻറ് പിന്നെ എസ്റ്റിമേറ്റ് ചെയ്ത് 6 മുതൽ 10% വരെയാണ്. 10% ആയിക്കഴിഞ്ഞു. ബേസ് ലൈൻ ടാരിഫ് ട്രംപ് പ്രഖ്യാപിച്ചത് 10%ആണ്. അപ്പം ഈ പറഞ്ഞ ഈ പറഞ്ഞ സാധനങ്ങൾ, പേൾസ്, മിനറൽ ഫ്യൂവൽസ്, മെഷീനറി, ബോയിലേഴ്സ്, ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്, ഇതൊക്കെ തന്നെ നമ്മളുടെ അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ടിൻ്റെ പകുതിയോളം വരുന്നുണ്ട്. അപ്പം ഈ റെസിപ്രോക്കൽ ടാരിഫ് 6 മുതൽ 10% വരെ ഈ പറഞ്ഞ മേഖലകളിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രോഡക്ട്സിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഒക്കെ ഉണ്ടാക്കാവുന്ന പിന്നെ പരിണത ഫലങ്ങൾ വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്ട്, ഓട്ടോമോട്ടീവ് എക്സ്പോർട്സ്, ഈ മേഖലകളിലൊക്കെ തന്നെ പിന്നെ $11 ബില്യൺ നമുക്ക് എക്സ്പോർട്ട് ഉണ്ട് അമേരിക്കൻ മാർക്കറ്റിലേക്ക്. വളരെ വൈറ്റലായിട്ടുള്ള സെക്ടേഴ്സാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ തന്നെ റെസിപ്രോക്കൽ ടാരിഫ് ഈ മേഖലകളുടെ, ഇപ്പം ഫാർമസ്യൂട്ടിക്കൽസിന് അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്.
അപ്പോൾ ഇത് നേരത്തെയുള്ള എസ്റ്റിമേറ്റാണ്. അപ്പോൾ ഈ മേഖലകളിലൊക്കെ തന്നെ റെസിപ്രോക്കൽ ടാരിഫ് വന്നു കഴിഞ്ഞാൽ ഈ എക്സ് ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പോർട്ടിനെയൊക്കെ ഭയങ്കരമായിട്ട് ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഒരു പിന്നെ കണ്ടീഷൻ ഉണ്ടാക്കി വെക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒത്തിരി പരിമിതികളുള്ള രാജ്യമായതുകൊണ്ട് നമുക്ക് ഒത്തിരി ഇളവുകൾ ട്രംപിൻ്റെ ഭീഷണിയുടെ സമ്മർദ്ദത്തിൻ്റെ മുമ്പിൽ വഴങ്ങിക്കൊണ്ട് ഇളവുകൾ ചെയ്തു കൊടുത്ത് നമുക്ക് പറ്റത്തുള്ളൂ. അപ്പം ടാരിഫ് നമുക്ക് നമ്മളുടെ മോഡൽ ഉണ്ടാകാൻ പോകുന്ന ടാരിഫ് അത് നേരത്തെയുള്ള അസസ്മെൻ്റ് ആണ്, പക്ഷേ അത് തെറ്റാണത്. ഇന്തോനേഷ്യ, വിയറ്റ്നാം, അതുപോലെ തന്നെ ഇസ്രായേൽ, ഈ പറഞ്ഞ രാജ്യങ്ങൾക്കൊക്കെ അത് പ്രയോജനകരമായിരിക്കും നമ്മളുടെ മുകളിൽ ടാരിഫ് വന്നു കഴിഞ്ഞാൽ. കാരണം വിയറ്റ്നാം, ഇന്തോനേഷ്യയൊക്കെ ഓഫ് കോഴ്സ് ഇസ്രായേലിൻ്റെ മുകളിൽ അത്രയും ടാരിഫില്ല. വിയറ്റ്നാമിൻ്റെ മുകളിൽ നല്ല ടാരിഫുണ്ട്. കാരണം അമേരിക്കയും വിയറ്റ്നാമും തമ്മിലുള്ള ട്രേഡിൽ ഈ നല്ല അന്തരമുണ്ട് അമേരിക്കയ്ക്ക് എന്ന് പറഞ്ഞാൽ. ഏകദേശം ഇന്ത്യയെക്കാളിലും എക്സ്പോർട്ട് അമേരിക്കയിലേക്ക് ചെയ്യുന്ന രാജ്യമാണ് വിയറ്റ്നാം എന്ന് പറഞ്ഞാൽ, ചെറിയ രാജ്യമായിട്ട്. പക്ഷേ ഇപ്പോൾ ടാരിഫ് വന്നപ്പോൾ ഇന്തോനേഷ്യയ്ക്കും വിയറ്റ്നാമിനും ഒക്കെ മുകളിൽ നല്ല ടാരിഫുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം മാറിക്കിട്ടി. അപ്പോൾ ഇന്ത്യക്ക് അങ്ങനെയുള്ള ചില പ്ലസ് നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് ഈ പറഞ്ഞ രാജ്യങ്ങൾ, ചൈന ഉൾപ്പെടെ, ഇന്തോനേഷ്യ, തായ്വാൻ, ഈ തായ്ലൻഡ്, ഈ പറഞ്ഞ വിയറ്റ്നാം, ഇതുപോലുള്ള രാജ്യങ്ങളുടെ മുകളിൽ, ബാംഗ്ലാദേശ്, ഇതുപോലുള്ള രാജ്യങ്ങളുടെ മുകളിൽ ടാരിഫ് വർധന നമ്മളെക്കാൾ കൂടുതലായതുകൊണ്ട് അപ്പം അവർക്ക് ഇനിയും അവർക്കിനിയും എക്സ്പോർട്ട് ചെയ്യാൻ വളരെ കോസ്റ്റ്ലി ആയിരിക്കും അവരുടെ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇന്ത്യയുടെ മുകളിൽ ടാരിഫ് കുറവായതുകൊണ്ട് ഇന്ത്യൻ അപ്പോൾ അവർക്ക് അപ്പർ ഹാൻഡുള്ള മേഖലകൾ ഇന്ത്യയിൽ സ്ഥാപിച്ച് ഇന്ത്യക്ക് അത് വളർത്തിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഈ പറഞ്ഞ രാജ്യങ്ങളെ പിന്നെ മറികടന്നിട്ട് നമുക്ക് അമേരിക്കൻ എക്സ്പോർട്സ് അല്ലെങ്കിൽ അമേരിക്കൻ മാർക്കറ്റിന് നമുക്ക് കൂടുതൽ ലഭിക്കുമെന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിലുണ്ടെന്നും ഈ ടാരിഫിൻ്റെ വെളിച്ചത്തിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. പക്ഷേ അത് എത്രത്തോളം നമ്മളുടെ ഭരണ നേതൃത്വം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇക്കണോമിക് റിഫോംസും അല്ലെങ്കിൽ ഈ പറഞ്ഞ മേഖലകളെയൊക്കെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വലിയ പ്രശ്നമാണ് നമ്മുടെ രാജ്യത്ത്. സപ്ലൈ ചെയിൻസ്, ഗ്ലോബൽ സപ്ലൈ ചെയിൻ, നമ്മുടെ ഈ ഡൊമസ്റ്റിക് സപ്ലൈ ചെയിൻ കൂടുതൽ ശക്തമാക്കുകയും ഗ്ലോബൽ സപ്ലൈ ചെയിനോട് ഇൻ്റഗ്രേറ്റ് ഒക്കെ ചെയ്യുക എന്നൊക്കെ ഉള്ളത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്, ഭാരിച്ച ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിലൊക്കെ നമ്മൾ വിജയിച്ചാൽ മാത്രമേ ചൈനയായാലും വിയറ്റ്നാം ആയാലും അവരുടെ ഗ്ലോബൽ സപ്ലൈ ചെയിനിലൊക്കെ, ഈവൻ ബംഗ്ലാദേശ് പോലും അവരുടെ അപ്പാരൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയോട് ബന്ധപ്പെടുത്തി അവർ ഡൊമസ്റ്റിക്കലി അവരുടെ സപ്ലൈ ചെയിനൊക്കെ വളരെ കൃത്യമായിട്ടുള്ള സപ്ലൈ ചെയിനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലൊന്നും അങ്ങനെയുള്ളൊരു സംവിധാനം ഇതുവരെ ആയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം ഇന്ത്യയിൽ ഇപ്പം നിലനിൽക്കുന്ന ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ രാജ്യങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അഡ്വാൻറ്റേജസ് നമുക്ക് തട്ടിയെടുക്കാൻ സാധിക്കത്തില്ല. അതിന് ഇന്ത്യ ഒത്തിരി സാമ്പത്തിക മേഖലയിൽ ഒത്തിരി റിഫോംസ്, പരിഷ്കാരങ്ങളും മാറ്റങ്ങളും ഒക്കെ, ഈ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ നമ്മളുടെ, അതുപോലെ സപ്ലൈ ചെയിനിലുള്ള മാറ്റങ്ങൾ ഒക്കെ തന്നെ മാറ്റിയെടുത്താൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ അഡ്വാൻറ്റേജസിൻ്റെ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസിനെ നമുക്ക് മുതലാക്കാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളൊരു പ്രത്യേകതകളോട് ഇതിനകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഒരു മീറ്റ്, മെയ്സ്, വീറ്റ്, അതുപോലെ ഡയറി പ്രോഡക്ട്സ്, അപ്പോൾ ഇതിൻ്റെയൊക്കെ മേളിലുള്ള ടാരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30% മുതൽ 60% വരെയാണ്. മനസ്സിലായല്ലോ. ഓൾമണ്ട്സ്, പിസ്റ്റ, ഓട്ട്മീൽ, അതുപോലുള്ള ക്യൂനോ, ഇതൊക്കെ തന്നെ ഇന്ത്യ അമേരിക്കയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ മുകളിലുള്ള ടാരിഫ് ഒന്നുകിൽ കുറയ്ക്കുകയോ അല്ലെങ്കിൽ അതിനെയൊക്കെ ഇറേസ് ചെയ്യുകയോ ഇല്ലാതാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു തലത്തിലേക്ക് ഇന്ത്യൻ ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓട്ടോമൊബൈൽ അമേരിക്കയുടെ ട്രംപിൻ്റെ ഏറ്റവും വലിയൊരു കംപ്ലൈൻ്റ് ആണ് ഇന്ത്യ ഓട്ടോമൊബൈലിൻ്റെ മുകളിൽ ഭയങ്കരമായിട്ടുള്ള ടാരിഫ് ചാർജ് ചെയ്യുന്നുണ്ട്. അതായത് 100% മുകളിലാണ് ഇന്ത്യ ആ ടാരിഫ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഗണ്യമായി കുറയ്ക്കാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. പക്ഷേ അതൊന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതൊക്കെ ഇനിയും വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്കറിയത്തുള്ളൂ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി അക്കോമഡേറ്റ് ചെയ്തേ വരത്തുള്ളൂ. ഒത്തിരി ഇളവുകൾ അമേരിക്കയ്ക്ക് നൽകിയേ വരത്തുള്ളൂ. അല്ലെങ്കിൽ പണി പാളും, നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്ന വലിയൊരു എക്സ്പോർട്ട് മാർക്കറ്റായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണല്ലോ ട്രംപ് ഈ ഭീഷണി മുഴക്കുന്നതും ഈ സമ്മർദ്ദം ചെലുത്തുന്നതും. ഏപ്രിൽ 2 ഈ ടാരിഫ് എടുത്ത് എല്ലാ രാജ്യങ്ങളുടെ മണ്ടയ്ക്കിട്ടതും ഒരു കോംപ്രമൈസും ഇല്ലാതെ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്ത്യ ഫേസ് ചെയ്യാൻ പോകുന്ന ഈ ടാരിഫ്, ഫേസ് ചെയ്യാൻ പോകുന്നതല്ല, ഇന്ത്യ അമേരിക്ക തമ്മിലുള്ള ട്രേഡ് റിലേഷൻസിൽ
ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ സാധ്യമാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു കാര്യം, ഈ പറഞ്ഞൊരു അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. എന്തുപോലെ ഇന്ത്യ തീർച്ചയായിട്ടും അമേരിക്കൻ ഇമ്പോർട്ടിൻ്റെ മുകളിലുള്ള റെസ്ട്രിക്ഷൻസ്, ഈ പറഞ്ഞ ടാരിഫ്, വളരെ ഉയർന്ന തലത്തിലുള്ള ടാരിഫ്, കാരണം ആവറേജ് ഇപ്പോൾ അമേരിക്കയുടെ 2 ഇന്ത്യയുടെ 12 10 അന്തരമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആ അന്തരം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ എക്സ്പോർട്ടിന്, ഞാൻ അമേരിക്കൻ എക്സ്പോർട്ടിന് നമ്മൾ അമേരിക്കൻ അമേരിക്കയുടെ ഇന്ത്യയിലേക്കുള്ള എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യണമെന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ അമേരിക്കയുടെ പെർസ്പെക്റ്റീവിൽ, ട്രംപിൻ്റെ പെർസ്പെക്റ്റീവിൽ, കാഴ്ചപ്പാടിൽ അവർക്ക് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ രാജ്യങ്ങളുടെ മേൽ കടുത്ത സമ്മർദ്ദങ്ങൾ, ഇതൊരു സാമ്പത്തിക എന്താ പറയുക, ഉപരോധം പോലെ തന്നെയാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ഇക്കണോമിക് സാങ്ഷൻ, ശരിക്കും പറഞ്ഞാൽ ടാരിഫ് ഇക്കണോമിക് സാങ്ഷൻ അല്ല എന്നാൽ തന്നെയും, കാരണം മറ്റ് രാജ്യങ്ങളുടെ എക്സ്പോർട്ടിനെ ചോക്ക് ചെയ്യാണ്, അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ടിനെ ചോക്ക് ചെയ്യാണ്. കാരണം നേരത്തെ വളരെ കുറഞ്ഞ ചിലവിൽ വിറ്റഴിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ ഇനി മുതൽ വളരെ വില കൂടാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കൻ മാർക്കറ്റിൽ അതിനുള്ള പ്രീതി അല്ലെങ്കിൽ താല്പര്യം കുറയും. അപ്പോൾ ഈ രാജ്യങ്ങളുടെ ഈ സാധനങ്ങളുടെ വിറ്റഴിവ് കുറയും. അപ്പം കുറയുമ്പോൾ തീർച്ചയായിട്ടും അവർ മറ്റേതെങ്കിലും, ഒന്നുകിൽ അമേരിക്കയുടെ മുമ്പിൽ പോയി സാഷ്ടാംഗം പ്രണമിക്കുക, കാരണം അമേരിക്കൻ മാർക്കറ്റിനെ നഷ്ടപ്പെടുത്തിക്കാൻ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല, പല കാരണങ്ങളുണ്ട്. സ്ട്രാറ്റജിക് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കലി മറ്റു കാരണങ്ങളുണ്ട്. കാരണം അമേരിക്ക ബീങ് എ സൂപ്പർ പവർ, അമേരിക്കയെ പിണക്കിക്കൊണ്ട് അവർക്ക് എന്തെങ്കിലും തീർച്ചയായിട്ടും. അപ്പോൾ ട്രേഡ് ഒരു എല്ലാ രാജ്യങ്ങളെ സംബന്ധിച്ച് അമേരിക്ക ഒരു പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനാണ്. പിന്നെ ഇനിയും അങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ അല്ല എന്ന്, ഇനി നിങ്ങളുടെ മാർക്കറ്റ് നമുക്ക് വേണ്ട എന്ന ഒരു രാജ്യം തീരുമാനിക്കുകയാണെങ്കിൽ തന്നെ മറ്റേതെങ്കിലും രീതിയിൽ അമേരിക്കയ്ക്ക് പണി കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ റഷ്യയായിട്ട് ട്രേഡ് നടത്തുന്നവരെ, പിന്നെ ഉദാഹരണത്തിന് റഷ്യ യുക്രൈൻ വാർ വന്നപ്പോൾ റഷ്യക്കെതിരെ സാങ്ഷൻ ഏർപ്പെടുത്തുകയും അതിനുവേണ്ടി അമേരിക്ക ഒരു നിയമം ഉണ്ടാക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞ റഷ്യയായിട്ട് ട്രേഡ് നടത്തുന്ന എല്ലാ രാജ്യങ്ങളുടെ മേൽ വിരോധം വരുന്നതാണ്, മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെ അധികാരമുള്ളൊരു രാജ്യമാണ് അമേരിക്ക എന്ന്. അപ്പോൾ അവർക്കൊരു രാജ്യത്തിന് ഏത് രീതിയിൽ അവർക്ക് പ്രഷർ ചെയ്യാനും ഭീഷണിപ്പെടുത്താനും അല്ലെങ്കിൽ പിന്നെ തളർത്താനും ഒക്കെ സാധിക്കും. അപ്പോൾ അത് ഇന്ത്യക്കും അത് ബാധകമാണ്. എത്ര വലിയ മോഡിയും ട്രംപും ഫ്രണ്ടാണെന്ന് പറഞ്ഞാലും ശരി, 2 രാജ്യങ്ങളാണ്. ഓരോ രാജ്യത്തിനും അവരുടെ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ട്രംപിൻ്റെ രാജ്യമായിട്ടുള്ള അമേരിക്കയുടെ താല്പര്യങ്ങളെ മുൻനിർത്തിയാണ് അദ്ദേഹം പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പോളിസികൾ. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഇൻഡിവിജ്വൽ ഫ്രണ്ട്ഷിപ്പിനോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള എന്താണ് പറയുന്നത് റിലേഷൻസിനോ ഒന്നും പ്രാധാന്യമില്ല. എന്താണ് പറയുന്നത് അല്ലേ, ഈ രാജ്യ താല്പര്യമാണ് പരമപ്രധാനം എല്ലാ രാജ്യങ്ങളെ സംബന്ധിച്ചും. അപ്പോൾ ചില രാജ്യങ്ങൾക്ക് ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യം പവർഫുൾ അല്ലാത്തതുകൊണ്ട് ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. പക്ഷേ ചൈനയ്ക്ക് ഈ ഇന്ത്യ കാണിക്കുന്ന വഴക്കം ചൈനയ്ക്ക് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ചൈന ഈസ് മോർ പവർഫുൾ ദാൻ ഇന്ത്യ അല്ലേ. കാരണം ചൈനയ്ക്ക് ഇപ്പോൾ നഷ്ടപ്പെടുന്ന അമേരിക്കൻ മാർക്കറ്റ് മറ്റ് ലോക മാർക്കറ്റിൽ അവർക്ക് തീർച്ചയായിട്ടും ഇല്ല കടന്ന് കയറ്റം നടത്താനും അല്ലെങ്കിൽ അത് ഈ നഷ്ടം അവർക്ക് കോമ്പൻസേറ്റ് ചെയ്യാനും ചൈനയെ സംബന്ധിച്ച് കഴിയും. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ അങ്ങനെ ഒരു പരുവത്തിൽ അല്ലെങ്കിൽ പൊസിഷനിൽ അല്ലാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. നഷ്ടപ്പെടാതെ നമ്മൾ നോക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ നയം. അതാണ് ഇന്ത്യ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഏകദേശം അമേരിക്കയിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന $23 ബില്യൺ തുല്യമായിട്ടുള്ള അവരുടെ ഇമ്പോർട്ടിൻ്റെ മേലുള്ള ടാരിഫ് കുറയ്ക്കുവാൻ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് $66 ബില്യൺ, ഏകദേശം $66 ബില്യൺ വരുന്നത് നമ്മളുടെ എക്സ്പോർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഫാർമസ്യൂട്ടിക്കൽസ്, ഓട്ടോമൊബൈൽസ്, ടെക്സ്റ്റൈൽസ്, ജെംസ്, പേൾസ്, ജുവലറീസ്, പിന്നെന്താണ് മൊബൈൽ, ഇലക്ട്രിക്കൽ കമ്പോണൻസ്, പാർട്സ്, പ്രോഡക്ട്സ്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ഈ പറഞ്ഞ ഇളവുകൾ നൽകിയാൽ മാത്രമേ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ സെക്ടർ ബൈ സെക്ടർ ട്രംപ് തിരഞ്ഞെടുത്ത് ഈ ഓരോ മേഖലയും ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിനെ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ, കാരണം അമേരിക്ക ഏറ്റവും കൂടുതൽ ജനറിക് ഡ്രഗ്സ് ലോ കോസ്റ്റിലും ഹൈ ക്വാളിറ്റിയിലും ഇമ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ്. പക്ഷേ ഒരു കടുത്ത നടപടിയുടെ ഭാഗമായിട്ട് ട്രംപ് ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിനെ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് വളരെ ക്ഷീണം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ടെക്സ്റ്റൈൽ മേഖല, ഇപ്പം ട്രംപ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ സെക്ടറിനെ അവർ പിന്നെ ടാർഗറ്റ് ചെയ്യുകയാണ്. അപ്പം പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്, ക്വാളിറ്റി ഇല്ലെന്നോ ഇവിടുത്തെ ലേബർ സ്റ്റാൻഡേർഡ് വളരെ മോശമായതുകൊണ്ട് പിന്നെ ഇന്ത്യൻ ഫാക്ടറിയിൽ നിന്നുള്ള ഗാർമെൻറ്റ്സ് നമുക്ക് വേണ്ടെന്നൊക്കെയുള്ള തീരുമാനങ്ങൾ അവർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടുന്ന അവസ്ഥകളാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ ഈ കാര്യങ്ങളൊക്കെ വളരെ കരുതലോടുകൂടി മാത്രമേ നമ്മൾ മുന്നോട്ട് നീങ്ങത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഇളവുകൾ നൽകുവാനും അമേരിക്ക ഇന്ത്യയും തമ്മിലുള്ള ട്രേഡ് ഡീല് അല്ലെങ്കിൽ വ്യാപാര കരാർ അധികം താമസിയാതെ തന്നെ
നിലവിൽ വരുത്താനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ പറയാനുള്ളത്. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.